ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ഓഫീസിൽ ചെറിയൊരു പരിപാടിയുണ്ട്. വേറെ ഒന്നല്ല, ഒരു ബർത്ത്ഡേ പാർട്ടി. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും തീരുമാനിച്ചു അൽറീമിൽ നിന്ന് കുഴിമന്തി ആവാമെന്ന്. അങ്ങനെ സൊമാറ്റോയിൽ കുഴിമന്തി ഓർഡർ ചെയ്ത് നമ്മളിത് വാങ്ങാനായിട്ട് പോയപ്പോഴാണ് ചെറിയൊരു പണി കിട്ടിയത്. ചെറിയൊരു കയ്യാട്ടോ. ഇവിടുത്തെ അഡ്രസ്സിന് ഒരു ഹോസ്റ്റലിൻ്റെ അഡ്രസ്സ് കൊടുത്തത്. അതെ, ഓഫീസിലെ അഡ്രസ്സിനായിരുന്നു ഞാൻ കൊടുത്തത് എൻ്റെ ഹോസ്റ്റലിലെ അഡ്രസ്സ്. പിന്നെ സൊമാറ്റോ ചേട്ടനെ വിളിച്ച് അഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ കുഴിമന്തി എത്തുമ്പോഴേക്കും വീണ്ടും അരമണിക്കൂറായി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ലൊക്കേഷനിലെത്തിയെന്നും പറഞ്ഞ് താഴെ ചെന്ന് നോക്കുമ്പം സൊമാറ്റോ ചേട്ടനെ കാണുന്നില്ല. ദൈവമേ, ഞാൻ കരുതി വീണ്ടും ലൊക്കേഷൻ മാറിപ്പോയി. ഇനി അഥവാ ലൊക്കേഷൻ മാറിയിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടി എന്നെ കുഴിയിലേക്ക് എടുക്കും, അതിലൊരു ഡൗട്ടും വേണ്ട. എന്തായാലും കുറച്ച് നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ ആളെ കാണുന്നില്ല. അവസാനം എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ട് ഓഫീസിൻ്റെ ബാക്ക് സൈഡ് പോയി നോക്കിയപ്പോഴുണ്ട് ഇതുകൊണ്ട് ആളവിടെ ഇരിപ്പുണ്ട്. ചില ടൈം ഇങ്ങനെയാണ്, നമ്മൾ ഓർഡർ ചെയ്യുന്ന എന്താണോ അതൊക്കെ ഓഫീസിൻ്റെ ബാക്ക് സൈഡാണ് കൊണ്ടു തരാറ്. കുറേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ കുഴിമന്തി 3 അവിടെ നിന്ന് വാങ്ങി. ഒരു നേരത്തെ കുഴിമന്തി കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് പേരുടെ മുന്നിലൂടെ ഞാൻ അതും എടുത്തുകൊണ്ട് നടന്നു. അങ്ങനെ കുഴിമന്തി വന്നു എന്നറിഞ്ഞതോടെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ അത് ഓരോ ആൾക്കാരുടെ പ്ലേറ്റിലേക്ക് അങ്ങനെ സെർവ് ചെയ്യാൻ തുടങ്ങി. ആദ്യം ചോറാണ് വന്നത്, പക്ഷേ എൻ്റെ ശ്രദ്ധ മുഴുവൻ പീസിലേക്കാണ്. കാരണം ചിക്കനാണല്ലോ മെയിൻ, അതും നല്ല ചെസ് പീസ്. അതിലേക്കാണ് എൻ്റെ ശ്രദ്ധ മുഴുവൻ. ചെസ് പീസ് കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനെയും ബോംബിട്ടെറിഞ്ഞ് കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ആ പേടി ഉണ്ടാവുമെന്ന് അറിയത്തില്ലേ, എനിക്കൊരു നല്ലൊരു ചെസ് പീസ് തന്നെ എടുത്തു തന്നു. ഒന്നാമതേ എനിക്ക് കുഴിമന്തി അത്ര ഇഷ്ടമല്ല, എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം. പക്ഷേ അൽറീമിലെ കുഴിമന്തി അടിപൊളിയാണെന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, ആ കഷ്ടപ്പെട്ട് താടി ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളില്ലേ, അദ്ദേഹം തന്നെ. എന്തായാലും കുഴിമന്തി കൊള്ളായിരുന്നു. അങ്ങനെ കുഴിമന്തിയൊക്കെ അകത്താക്കി നല്ല ഉറക്കം തൂങ്ങിക്കൊണ്ടും വറക്കും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കിൽ നിന്നൊരു ചളി കോമഡി ആരോടിച്ചത്. പിന്നെ കുഴിമന്തി വാങ്ങി തന്നതല്ലേ എന്നോർത്തപ്പോൾ ചെറുതായിട്ട് അങ്ങ് ചിരിച്ചങ്ങ് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ശരി.